നമുക്ക് വീട്ടിലേക്ക് പോവാം. അറിഞ്ഞിടത്തോളം ഇനി ഇവിടെ താമസിക്കുന്ന അത്ര ബുദ്ധിയല്ല തടികേടാവും. ആപത്ത് വരുമ്പോഴല്ലേ നമ്മൾ കൂടെ നിൽക്കേണ്ടത്? അതൊക്കെ ശരിയാ. അവസാനം കഴുത്തിന് മേൽ തലയുണ്ടാവില്ല. തിരിച്ച് വീട്ടിലോട്ട് എന്ന് എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുമ്പോഴാ പോവാനും തോന്നണില്ല. ഞാൻ പറഞ്ഞില്ലേ, കൊല്ലാനാണോ വളർത്താനോ വരുന്നത് ആർക്കറിയാം. ആരാ എന്ത് വേണമെന്ന് ചോദിക്കും. ആരാ നിങ്ങള്? എന്ത് വേണം? സേതുക്കാരന്റെ കൂട്ടുകാരനാ. അളിയനും പെങ്ങളല്ലേ? എനിക്കറിയാം. സേതു ഇവിടെ ഇല്ല, നാട്ടിൽ പോയിരിക്കുക. ഹൈദ്രോ വന്നെന്ന് പറഞ്ഞാ മതി. അളിയെ പോരുന്നോ? ഒന്ന് കൂടിയേച്ചോടാ. ഇല്ല, വരുന്നില്ല. ഇല്ല, വരുന്നില്ല. പെങ്ങള് പേടിക്കണ്ട. പടച്ചോടാണ് ഇഷ്ടം കൊണ്ട് വിളിക്കാണ്. നമ്മളൊക്കെ ഒന്നല്ലേ? അളിയോ വരുന്നോ? സ്നേഹത്തോടെ വിളിക്കുമ്പം എങ്ങനെയാ വരില്ല എന്ന് പറയാ. ഒറ്റ അത് കയറിക്കാം. കള്ള് തുള്ളി കഴിക്കണോ? കാശ്. കാശാ? സേതുവേട്ടന്റെ അളിയനും കൂട്ടുകാരനും വന്ന് മിനിങ്ങണമെങ്കിൽ കാശാ. എന്നിട്ട് ഇവന്മാർ എത്താനോടെ കള്ളു വയ്ക്കും. പാലിയാ? സൈക്കിൾ. സൈക്കിളാ? വല്ലതും പറ്റിയോ? ഇല്ല. അളിയാ, നമ്മുടെ സേതുവേട്ടനൊരു ഊപ്പയാ. പേടിച്ചൂറിയാണെന്നൊക്കെ ചില നാറികൾ പറയണത്. അതാ പറഞ്ഞവന്റെ തന്തയായിരിക്കും. ഞങ്ങൾ പാരമ്പര്യമായിട്ട് ചങ്കൂറ്റുള്ളവരാ. എന്റെ ഒരു മുത്തച്ഛന്റെ മുത്തച്ഛൻ കൊച്ചി രാജാവിന്റെ പടത്തലവന്മാരിൽ ഒരാളായിരുന്നു. അത് പോട്ടെ. ഈ സേതുവിന്റെ അമ്മയുടെ അച്ഛൻ എന്ന് വെച്ചാൽ മുത്തച്ഛൻ ഒരു നാട് മുഴുവൻ വിറപ്പിച്ചിട്ടുള്ളവനായിരുന്നു. അതും പോട്ടെ. ഈ ജോസിനെ അവന്റെ ആളുകളെയും പപ്പടം പോലെ പൊടിക്കാൻ ഞാൻ മാത്രം മതി. പക്ഷേ തിരിച്ചു വന്നാ തല കൊയ്യൂന്നാ പറയണേ. ആര് പറഞ്ഞു? ഏത് ചെറ്റകളാണ് പറഞ്ഞത്? സേതുവിന്റെ ഒരു രോമം പറിക്കാൻ പറ്റില്ല. അവൻ ആ ജോസ് ആശുപത്രിയിൽ നിന്ന് ഇറങ്ങട്ടെ, അവന്റെ ആൾക്കാരെ മുഴുവൻ വിളിച്ചോണ്ട് വരട്ടെ. ഇവിടെ ഒരു ലോഡ് ശവം വീഴും. എത്ര? അളിയോ, നിങ്ങളുടെ വീട് വാടകയ്ക്കെടുത്ത പാർട്ടികൾ കൊള്ളാലോ. രണ്ടു നല്ല പീസുകൾ ഉണ്ടല്ലോ. അളിയോ ആർക്കും പറയാതിരിക്കുകയാണല്ലേ. എടാ സുരേഷ്, അത് നീ അങ്ങനെ ഒറ്റയ്ക്ക് സൂക്ഷിക്കാന്ന് വിചാരിക്കണ്ട. ഒരു പാവാട കാര്യമുണ്ട്, നല്ല രസ്യം വിത്ത. ഞാനൊരു നമ്പർ ഇട്ടപ്പോ അവളും തിരിച്ചൊരു നമ്പർ ഇട്ടു. അതിന്റെ മൂത്ത ഒരെണ്ണമുണ്ട്, അത് നല്ല അലുവയാ. വേറെ ഉണ്ടോടാ? വേറെ ഉണ്ട്. ഓ, ഏതായാലും ഇളയതിനെ ഞാൻ ബുക്ക് ചെയ്തിരിക്കാ. നീ ഇവിടെ കൊണ്ടാക്കിക്കരുത്. ഇനിയുള്ള ഏത് സൈസാന്നാ പറഞ്ഞ? പൊടിയാ? ഈ സൈസാ. നോട്ടുണ്ടോ? ഏത് സൈസ്? ഈ പൊക്കോ ഈ വണ്ണോ ഒക്കെ ഉണ്ട്. ഇളയതിന്റെ മൂത്തതിന്റെ ഇടയ്ക്കുള്ളതാ. ഒരു നമ്പർ ഇട്ട് നോക്കാം. സേതു, ഇവൻ ചുമ്മാ വളവളാന്ന് പറയണ. എടാ നാറി, ഇത് അവന്റെ ചേട്ടനാ സേതു. സേതു, സീരിയസ് ആയിട്ട് എടുക്കരുത്. ഇതവന് സ്ഥിരം പറ്റുന്നതാ. നമ്മുടെ ASI ഗോപാലകൃഷ്ണൻ സാറിന്റെ മകനാ സുരേഷ്. സോറി ട്ടോ, വെരി സോറി. ഈശ്വര, എന്ത് പറ്റിയെന്ന് നോക്കണേ. ഒരു വാക്ക് പറയാൻ പാടില്ലായിരുന്നോ? നീ വന്നേ. വീട്ടിലെന്റെ സിസ്റ്റേഴ്സിനെ കൂടാതെ അമ്മയുണ്ട്. അയ്യോ, അതല്ല, നമ്പറും അഭ്യാസം ഒന്നും എടുക്കാതിരിക്കാൻ വേണ്ടി പറയാ. അയ്യോ സോറി ട്ടോ, ഞാൻ കാല് പിടിക്കാം. വേണ്ട വേണ്ട. എന്താ പേരെന്ന് പറഞ്ഞ? സുരേഷ്. ഫ്രണ്ട്ലി ആട്ടോ. കുഴപ്പമില്ല. തലയിരിക്കുമ്പോ വാലാടണ്ട. ഫോൺ എടുക്കാൻ ഞാനിവിടെ ജീവനോട് ഇരിപ്പുണ്ട് കേട്ടോ. ഹലോ ഹലോ, ആ അതെ,
ആരും മരിച്ചില്ലല്ലോ? അത് ശരി. നിങ്ങളുടെ പേരെന്താ? ഹലോ ഹലോ, സ്വന്തം പേര് പറയാൻ പേരുണ്ട്, ഇവനൊക്കെ പിന്നെ എന്താ വിളിച്ചു പറയാൻ നിൽക്കുന്നത്? എന്താ? ചന്തയിൽ അടി നടക്കുന്നെന്ന്. അതിന് പോലീസ് എന്ത് ചെയ്യും? തല്ലാണല്ലോ, തല്ലി തന്നെ തീരണം. ഏത് ഗ്രൂപ്പാ? കീരിക്കാട് ഏത് കീരിയോ പാമ്പോ ആർക്കറിയാം? ഒരുത്തരെങ്കിലും ചത്തങ്ങി അത്രയും ശല്യം തീർന്നു. ഒരു കാര്യം പറഞ്ഞേക്കാം, ചത്താൽ 5 മണിക്ക് മുമ്പായിട്ട് ആസ്പത്രിയിൽ എത്തിച്ചേക്കണം. അല്ലാതെ രാത്രി ശവത്തിന് കാവലിക്കാൻ എന്നെ കിട്ടൂല. കാവലെന്ന് പറഞ്ഞ് താൻ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങുന്നത് എനിക്ക് അറിഞ്ഞൂടെ? നമസ്കാരം സാർ. എന്ത് വേണം? പണിഷ്മെന്റ് ആണല്ലേ? അതെ. എസ് ഐ അദ്ദേഹം സ്ഥലത്തില്ലേ? എസ് ഐ അദ്ദേഹം തന്നെ വേണമെന്നുണ്ടോ? ജോയിൻ ചെയ്താ പോരെ? അതിന് എസ് ഐ അദ്ദേഹം മതി. അല്ല, ഞാൻ ചോദിച്ചതേ ഉള്ളൂ. എസ് ഐ ആശുപത്രിയിലാ. എന്തു പറ്റി? ആരോ തല്ലിയതാ. ഇരുട്ടടിയാ. രാത്രി ഒറ്റയ്ക്ക് മോട്ടോർ സൈക്കിളിൽ പോയതാ. പേടിക്കൊന്നും വേണ്ട, തഞ്ചത്തിൽ നിന്നാ ഒരു കുഴപ്പമില്ല. കീരിക്കാടൻ ജോസ് എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. സാവകാശം എല്ലാവരും പരിചയപ്പെടാം. ജോയിന് റിപ്പോർട്ട് എഴുതി തന്നിട്ട് ഒപ്പിട്ടോ. അതെന്നെ ഞാനും പറഞ്ഞ കുർത്തം കെട്ടവനെ, നീ എനിക്ക് ഭ്രാന്ത് പിടിപ്പിക്കും. നീ ആ ചട്ടമ്പികളുടെ കൂടെ ചേരാൻ പോവാണോ? ഞങ്ങളൊരു രസത്തിന് വെറുതെ ചാവാൻ നോക്കണ്ട. ജോസി എത്തിട്ടില്ല. അവൻ തിരിച്ചു വന്നാണ്ടല്ലോ കോഴി ഇറക്കണ പോലെ ഇറക്കും. തിരിച്ചു വന്നാലല്ലേ പിന്നെ കഴുത്ത് ഞങ്ങൾ നീട്ടി കൊടുക്കുകയും വേണം. എന്റെ ഗോപാലൻ സാറേ, സേതു ഞങ്ങളുടെ ഫ്രണ്ടാ. സേതുവിന്റെ പേര് കേട്ടാലും ജോസ് കിടുകിട്ട വിറക്കി. എന്നിട്ട് സേതു ഇവിടെ ജോസ് വീഴുന്നതിന് മുമ്പ് അച്ഛനും അറിയില്ല, മോനും അറിയില്ല. അതാണ് ജോസ്. ജോസാണെന്ന് അറിഞ്ഞ ആ നിമിഷം മുങ്ങിയതാ ചക്കൻ. ഇനി തിരിച്ചു വന്നാ പറയാ വന്നു. രമണൻ അന്വേഷിച്ച് വീട്ടിൽ വന്നപ്പോ ഞാൻ ഉണ്ടായിരുന്നില്ല. ദേവി കിടന്ന് കരച്ചിലോട് കരച്ചില്. ഇനിയിപ്പൊ എന്റെ വീട്ടിൽ പോയിട്ടുണ്ടാവോ? അവിടെ ആവുമ്പോ പെട്ടെന്നാരും അന്വേഷിച്ചെത്തില്ലല്ലോ. ഏയ്, അങ്ങോട്ടൊന്നും അവൻ പോവില്ല. നമുക്ക് ഒരു നല്ല വക്കീലിനെ കണ്ടെന്ന് ആലോചിച്ചാലോ? ഇനിയിപ്പോ ആരെ കണ്ടിട്ട് എന്താ പ്രയോജനം? എല്ലാം പോയില്ലേ? ഛേ, നീ അമ്മൂനേക്കാൾ കഷ്ടമായാലും എങ്ങനെയാ അച്ചു? നീയല്ലേ ആ പിള്ളേർക്കും അമ്മൂനൊക്കെ ധൈര്യം കൊടുക്കേണ്ടത്? ഞാൻ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു പറ. അയാളെ മരിച്ചുപോയാൽ എന്റെ മോൻ കൊലക്കേസ് പ്രതിയാ. യൂണിഫോം ഇട്ട് കാണാൻ കൊതിച്ച. ഇക്കാലത്ത് കൈ കാശുണ്ടേ കൊലക്കേസൊക്കെ വെറും പെറ്റി കേസാ. ഈ ജോസ് തന്നെ 8-9 പേരെ കൊന്നിട്ടുള്ളവനല്ലേ. ശിക്ഷിച്ച എത്രയാ? അത്രേ ഉള്ളൂ. പോലീസ് ജീപ്പാ. എന്തൊക്കെ പറഞ്ഞാലും ജോസേട്ടൻ ഉണ്ടായിരുന്നപ്പോ ഒരു രസമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ചന്ത ഉറങ്ങിയ പോലായി. ഒന്നിനും ഒരു ചൂടില്ല. ആരായി സേതു? അറിയില്ലേ? നമ്മുടെ പുതിയൊരു പോലീസുകാർ അച്ഛനാരില്ലേ, അങ്ങേരുടെ മോനാ. കക്ഷി വരണ വഴിയാണെന്ന് തോന്നുന്നു. ഞങ്ങളൊക്കെ സേതുവേട്ടന്റെ ആളുകളാ. ഇവിടെ സ്വർണ്ണമല്ല, അരിയാ കച്ചവടം. ഒന്ന് കളിയാക്കാതെ വേനോനെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ആശാരേ, ഒന്ന് കേറിയിട്ട് പോ. നമ്മളെയൊക്കെ ഇങ്ങനെ മൈൻഡ് ചെയ്യാൻ പോരുത് കേട്ടോ. ഉണ്ണീസേ, ഒരു കസേരങ്ങ് എടുത്തോ. വേണ്ട. അല്ല, ഒരു കൂളിൽ കളിച്ചിട്ട് പോവാ. ഉണ്ണീസേ, ഒരു നല്ല നാരങ്ങയോളം കൂളായിട്ട് എടുക്കാൻ പറ. ഉപ്പോ മധുരമോ? എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? വേണ്ടെങ്കിൽ വേണ്ട. പിന്നെ കേസിന് കാശോ മറ്റോ ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാൻ പിടിക്കണ്ട. ആരെങ്കിലും ഒരാളെ പറഞ്ഞയച്ചാ മതി. ജോസിനെ കൊണ്ട് പൊറുതി പൊട്ടി ഇരുന്നപ്പോഴാ നിങ്ങള്. എത്ര നേരം ഞാൻ കാത്തിരിക്കണം അറിയാമോ? ഇനി ഇവിടെ ഒരുത്തനും ഇറങ്ങില്ല. ഒക്കെ വരാന്ന് പറഞ്ഞിരിക്കാണ്. നടക്ക്, നടന്നു മുമ്പിൽ നടന്നു. ചുണ്ടി ഇച്ചിരി കൂടുതലെന്നാ തോന്നണം. ഈറ്റപ്പുലിയുടെ നോട്ടമാണ്.
ഉശിരുള്ള പള്ളികളുണ്ടെങ്കിൽ തടുക്കണ. കീരിക്കാരൻ ജോസിന് എത്തിപ്പെട്ടില്ല ആരുമില്ലേ? വാടാ. കീരിക്കാരൻ ജോസ് ഞങ്ങൾക്ക് ഇതാണ്. ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം, എന്റെ കൂടെ വരരുത്. സൂക്ഷിക്കണേ, തരം കിട്ടാൻ കാത്തിരിക്കുക. കൊല്ലുന്നേ കൊന്നോട്ടെ. ശങ്കൂറ്റം ചോണക്കുട്ടി